രാത്രി നമ്മൾ കൂലി സിനിമയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പം ദിസ് വീഡിയോ ഇസ് എ റിവ്യൂ വീഡിയോ ഓൺ ഹൗ ദ മൂവി വാസ്. അപ്പം ഓക്കെ, ഞാൻ പറഞ്ഞതിന് മുന്നേ ഐ ആസ്ക് മൈ ഹസ്ബൻഡ് ഹൗ വാസ് ദ മൂവി. നമ്മൾ എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്തില്ല. ഓക്കെ, ലൈക്ക് ആ രജനീകാന്തിനെ കൊണ്ട് എന്തൊക്കെയോ കാട്ടിക്കൂട്ടി ലൈക്ക് അത്ര ചെയ്യിപ്പിക്കണ്ടായിരുന്നു എന്ന് തോന്നുന്നു. കാരണം ആ ഒരു മാസും കാര്യങ്ങളൊന്നും ആ പടത്തിന് വന്നിട്ടില്ല. രജനീകാന്തിന്റെ യൂഷ്വലുള്ള പടത്തിന്റെ ഒരു മാസമൊന്നും ആ പടത്തിന് വന്നിട്ടില്ല. പിന്നെ സൗബിൻ സൂപ്പർ ആയിരുന്നു. പിന്നെ ലോകേഷ് കനകരാജിന്റെ ഒരു പടം എന്നുള്ള എക്സ്പെക്ടേഷൻ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ആ ഒരു എക്സ്പെക്ടേഷനും മീറ്റ് ചെയ്തിട്ടില്ല. എനിക്ക് തോന്നുന്നു അയാളുടെ ഇതിൽ ഏറ്റവും ഫ്ലോപ്പ് പടം ഇതായിരിക്കുമെന്ന് തോന്നുന്നു. പിന്നെ ഈ BGM കാര്യങ്ങളൊക്കെ ഒരുവിധമൊക്കെ അവിടെ ഇവിടെയൊക്കെ കേട്ട മാതിരി ഒരു ഫീൽ മിക്ക പടത്തിലും. എന്തൊക്കെയോ എവിടെയൊക്കെയോ കേട്ടു മറന്ന ഒരു BGM ഒക്കെ മാതിരി. സ്റ്റോറി ആണെങ്കിലും ക്വൈറ്റ് കോമൺ, സ്മഗ്ലിങ്ങും അതും ഇതും റിവെഞ്ചും കാര്യങ്ങളും. അപ്പോൾ ഇത് വലിയ പുതിയ സംഭവം ഒന്നും അതിൽ കാണുന്നതായിട്ട് തോന്നിയിട്ടില്ല. അതുകൊണ്ട് ഇറ്റ്സ് നോട്ട് ബാഡ് ബട്ട് എബോവ് ആവറേജ്, അത്രേ ഉള്ളൂ. എന്നാൽ അത്ര നല്ല ഈ ഹൈപ്പിനുള്ള പടം ഇല്ലതാനും. ഓക്കെ, ഒരു പ്രാവശ്യം കാണാം, എന്നിട്ട് സ്വന്തമായിട്ടൊരു വിലയിരുത്തൽ നടത്താം, അത്രേ ഉള്ളൂ. വേറെ അതിൽ കാര്യമായിട്ടൊന്നും ആ പടത്തിലില്ല. എനിക്ക് എന്ന് പറയുമ്പം ലൈക്ക് എനിക്ക് ഈ പടം ഇഷ്ടപ്പെട്ടു. സോ ദ റീസൺ ക്യാൻ ബി ബിക്കോസ് ഞാൻ യൂഷ്വലി കുറെ പടങ്ങളൊന്നും കാണാറില്ല. അപ്പം I just watch some movies. അപ്പം നോർമൽ സ്റ്റോറി ലൈൻ ഇറ്റ്സ് ലൈക്ക് വാവ് കൈൻഡ് ഓഫ് ഫാക്ടർ ഇല്ലായിരുന്നെങ്കിലും പ്രിറ്റി ഗുഡ് മൂവി, ലൈക്ക് വൺസ് കാണാൻ പറ്റുന്ന പോലത്തെ ഒരു മൂവിയായിരുന്നു. ആൻഡ് അഡ്വാൻറ്റേജസ് പറയുകയാണെങ്കിൽ ഒന്ന് മൾട്ടി സ്റ്റാർ പെർഫോമിംഗ് മൂവീസ് ആണ്. ലൈക്ക് നാഗാർജുന, പിന്നെ ഉപേന്ദ്ര, അങ്ങനെ മൾട്ടി സ്റ്റാർ മൂവിയാണ്. അപ്പം നമ്മൾ വിചാരിക്കണ ഓക്കെ മൾട്ടി സ്റ്റാർ ആണ്, മൾട്ടി ലാംഗ്വേജിൽ വരുമ്പം ഇറ്റ് വിൽ ബി ഗുഡ്, അങ്ങനെ ഒരു എക്സ്പെക്ടേഷനിലാണ് നമ്മൾ പോയത്. ബട്ട് എനിക്ക് എന്താ തോന്നിയെന്ന് വെച്ചാൽ ലൈക്ക് അവര് മറ്റേ എന്താ പറയാ, ഇറ്റ് ഈസ് എ തമിഴ് മൂവി. സോ തമിഴ് തെലുഗു മൂവീസ് എന്ന് പറയുമ്പം കോമൺ ആയിട്ട് ഇച്ചിരി ഓവർ ആയിരിക്കും. അതാണ് എന്റെ ഒരു കോൺസെപ്റ്റ്. ഇത് ഓവർ ഒന്നും ഇല്ല, അതാണ് പ്രശ്നം. രജനീകാന്തിന്റെ പടത്തിന് ഒരു ഹൈപ്പ് ഉണ്ട്, ലൈക്ക് അയാളുടെ ആക്ഷനും കാര്യങ്ങളും ഒക്കെ. ഇതത് എന്താ പറയാ, അതൊന്നും പൂർണ്ണതയിലോട്ട് എത്തിയിട്ടില്ല. ലൈക്ക് ജയിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു ഗൂസ് ബംസ് ഒക്കെ വരുമായിരുന്നു. അത്രയും വയസ്സായ ഒരു മനുഷ്യൻ അങ്ങനെയൊക്കെ കാണിക്കുന്നത്. പക്ഷെ അതില് അങ്ങനത്തെ ഗൂസ് ബംസ് ഒന്നും ആ പടത്തിലില്ല. പിന്നെ ഇപ്പൊ ഈ നാഗാർജുനയുടെ കേസ് പറയുമ്പോ എനിക്ക് പേഴ്സണലി ലൈക്ക് അയാളെ ഈ തെലുങ്കു പടത്തിൽ കണ്ടേക്കാട്ട് ഇഷ്ടപ്പെട്ടു ഈ പടത്തില്. ലൈക്ക് കാരണം അത് നമ്മൾ പണ്ട് പറയല്ലേ, എറിയാൻ അറിയുന്നവരിൽ വടി കൊടുക്കണമെന്ന്. അതേമാതിരി അഭിനയിപ്പിക്കാൻ പറ്റിയ ഡയറക്ടറിൽ കൊടുത്തപ്പോ അയാൾ നല്ല രീതിയിൽ അഭിനയിച്ചു എനിക്ക് തോന്നി നാഗാർജുന. യൂഷ്വലി നാഗാർജുന എന്ന് പറയുമ്പോൾ തെലുഗുലൊക്കെ he does this kind of patriotic kind of movie ഒക്കെയാണ് കൂടുതൽ നാഗാർജുന ചെയ്യാറ്. നാഗാർജുനയുടെ പല നല്ല മൂവീസ് ഉണ്ട്, ഇല്ലെന്നല്ല. പക്ഷെ മിക്ക ചില മൂവീസിലൊക്കെ അയാൾ നമുക്ക് ഭയങ്കര ഫ്ലോപ്പ് ആയിട്ട് തോന്നും. പക്ഷെ ഇതില് അയാള് നല്ലൊരു ആക്ടറായിട്ട് നമ്മൾ കണ്ടു. അതാണ്. അപ്പോ അതാണ് ഞങ്ങളുടെ ഒരു റിവ്യൂ. ലൈക്ക് എനിക്ക് നോർമൽ ആയിട്ട് ഇഷ്ടപ്പെട്ടു. ലൈക്ക് വൺ ടൈം കാണാൻ പറ്റും മൂവി. ഇതിപ്പം ചില മൂവീസ് നമുക്ക് ഭയങ്കര അട്രാക്റ്റീവ് ആയിരിക്കും. ലൈക്ക് വിൽ ഫീൽ ലൈക്ക് സീയിങ് ദം അഗൈൻ ആൻഡ് അഗൈൻ. ഇപ്പൊ ബാഹുബലി ആയാലും വി ആർ സീയിങ് ഇറ്റ് ആൻഡ് ദെൻ സെക്കൻഡ് ടൈം ചിലവർക്ക് ഇഷ്ടപ്പെടൂല, ചിലവർ കാണും, ചിലവർക്ക് ഇഷ്ടപ്പെടൂല. അതല്ല എന്റെ പ്രശ്നം. അതല്ല, ലോകേഷ് കനകരാജിന്റെ പടം എന്ന് പറയുമ്പോൾ വി എക്സ്പെക്ടിങ് സംതിങ് ഡിഫറെന്റ്. അതാണ് എക്സ്പെക്ടേഷൻസ് മീറ്റ് ചെയ്തില്ല. അതാണ് ആ പിക്ചറിന്റെ ഏറ്റവും വലിയ പ്രോബ്ലം. ബിക്കോസ് there are these fans out there who are expecting more from such a kind of person because he has made many nice movies. LCU-ന്റെ ഒക്കെ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ അത് എന്താ പറയാ, ആ ഒരു ലെവലിലോട്ടൊന്നും ഈ അത്ര ഹൈപ്പിലോട്ട് ഈ പടം വന്നില്ല. കാരണം കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഇതിലുള്ളൂ. വേറെ ഇപ്പൊ എക്സാജറേറ്റും സ്മഗ്ലിങ്, ഓർഗൻ ട്രാഫിക്കിംഗ്, അത്ര അല്ലാതെ ഇപ്പൊ അതിന് കാര്യമായിട്ടൊന്നും ഉള്ളതായിട്ട് നമുക്കും ഫീൽ ചെയ്തില്ല. സ്പെഷ്യൽ കഥയില്ല. ഇറ്റ്സ് ലൈക്ക് ദ നോർമൽ വൺ. ബട്ട് ദെൻ ആ ഒരു പർട്ടിക്കുലർ ആയിട്ട് ഹീറോസിനെ വെച്ചിട്ട് ലൈക്ക് മാസ് പടം ഇറക്കുന്ന പോലെയാണ് അവർ ഉദ്ദേശിച്ചത്. ബട്ട് ദെൻ അത്ര മാസ് ആയില്ല. ബട്ട് എവറിബഡി ഹാസ് ഗിവൻ ദെയർ ഗുഡ് റോൾ. ആൻഡ് മ്യൂസിക്കിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയുന്നത്? മ്യൂസിക് ഗുഡാണ്. അനിരുദ്ധിന്റെ മ്യൂസിക് ഒക്കെ ഓക്കെയാണ്. പക്ഷെ അത് പല സ്ഥലത്തും കേട്ട് മറന്ന മ്യൂസിക് മാതിരി ജയിലറിലും
അങ്ങനെയൊക്കെ എവിടേക്കോ വിക്രത്തിലൊക്കെ കേട്ട് മറന്ന എവിടേക്കോ ഒരു മാച്ച് ഉള്ള പോലെ മാച്ചിങ് ഉണ്ട് പല മ്യൂസിക്കിന്. അപ്പൊ അതാണ് വേറൊരു പ്രശ്നം. പക്ഷെ പല സ്ഥലത്തും മ്യൂസിക് കൊണ്ട് പിടിച്ചു നിന്ന സ്ഥലങ്ങളുണ്ട്. പക്ഷെ ആക്ടിങ് വൈസ് എല്ലാരും ഓക്കെയാണ്. അവർക്ക് കൊടുത്ത റോൾ അവർ കറക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ആക്ടിങ് ഒക്കെ ബമ്പർ ഹിറ്റ് കാര്യങ്ങൾ. സൗബിനൊന്നും പറയാനില്ല. സൗബിന്റെ ആക്ടിങ് ഇസ് ലൈക്ക് എക്സ്ട്രീംലി ഗുഡ്. കാരണം നമ്മള് അവരെല്ലാം സ്റ്റാർസ് ആണ്, ലൈക് സൂപ്പർ സ്റ്റാർസ് ആണ്. രജനികാന്ത് ആയാലും നാഗാർജുന ആയാലും നമ്മുടെ ഉപേന്ദ്ര ആയാലും. സോ അവരുടെ കൂട്ടത്തില് സൗബിൻ ഈസ് നോട്ട് ദാറ്റ് എ ബിഗ് ആക്ടർ, ബട്ട് സ്റ്റിൽ അങ്ങനത്തെ ഒരു കൂട്ടത്തില് ഇങ്ങനെ ഒരാളെ ക്യാരക്ടറായിട്ട് ഇട്ടപ്പം ആൻഡ് ദാറ്റ് ടു ഹീ സംവാട്ട് ലൈക്ക് എ മെയിൻ റോൾ ഇൻ ദാറ്റ്. അപ്പൊ അത് ഭയങ്കര ഒരു എന്താ പറയാ മലയാളീസിന് അഭിമാനിക്കാൻ പറ്റുന്ന ഒരു എക്സ്ട്രീംലി ഗുഡ്. എക്സ്ട്രീംലി ഡാൻസ്, ആ മോണിക്ക പാട്ടിലെ ഡാൻസ് ആവട്ടെ, പിന്നെ മറ്റേ ആക്ടിങ് ആവട്ടെ, എല്ലാം വാസ് ലൈക്ക് എക്സ്ട്രീംലി ഗുഡ്. ലൈക്ക് അങ്ങനത്തെ ഒരു സ്റ്റാർ ഈ മൾട്ടി സ്റ്റാർസിന്റെ കൂടെ അഭിനയിച്ച് ലൈക്ക് ഇഫ് ഈസ് ഗെറ്റിംഗ് ദിസ് കൈൻഡ് ഓഫ് അല്ലെ എല്ലാരും നോട്ടീസ് ചെയ്യുന്ന പോലത്തെ ഒരു അഭിനയമാണെങ്കിൽ ഇറ്റ്സ് ലൈക്ക് ഡെഫിനറ്റ്ലി. രജനീകാന്ത് ഇന്റർവ്യൂല് പറഞ്ഞു കഴിഞ്ഞ കാര്യമല്ലേ, I didn't expect like he will do like that. അങ്ങനെ പിന്നെ അറിയാത്തൊരു കേസ് എന്ന് പറഞ്ഞാൽ എന്തിനാണ് ഈ ബാബുരാജിനെ അതിൽ കൊടുക്കുന്നതെന്നാണ് ആർക്കും അറിയാത്തത്. വെടി കൊണ്ട് ചാവാനോ അല്ലാതെ അയാൾ എന്താ ചെയ്തത് ഒരു ഐഡിയ ഇല്ല. എനിക്ക് എന്താ തോന്നുവെച്ചാ ദേ വാണ്ടഡ് ലൈക്ക് എന്താ പറയാ ഈ കൂലി ഇല്ലെങ്കിൽ പിന്നെ ഈ നമുക്ക് വേണ്ടി ജോലി ചെയ്യുന്ന ആൾക്കാർ അവർക്കൊരു ഹെഡ്, ദാറ്റ്സ് വാട്ട് ദേ വർ തിങ്കിങ്. അപ്പൊ അങ്ങനെ നോക്കിയപ്പോ മേ ബി ദേ വുഡ് ഹാവ് ഫൗണ്ട് ലൈക്ക് ഫിസിക് വെച്ചിട്ട് ഹീസ് എ ഗുഡ് മാൻ അല്ലെ, ലൈക് ഫിസിക് വൈസ് ഈസ് ഗുഡ്. സോ അപ്പൊ അതുകൊണ്ടായിരിക്കും എനിക്ക് അങ്ങനെ തോന്നിയത്. ബട്ട് സ്റ്റിൽ നമ്മൾ അങ്ങനെ എന്താ പറയാ എന്റെ മനസ്സിൽ തോന്നുന്ന ബാബുരാജിനെ എന്തിനാ കൊണ്ടുവന്നേന്ന് നമ്മൾ ആലോചിക്കുന്നേക്കാളും ഞാൻ എന്താ പറയുന്ന വെച്ചാ അങ്ങനെ ഒരു ആക്ടറിനെ ആക്ട് ചെയ്യാൻ പറ്റിയല്ലോ എല്ലാവരുടെയും കൂടെ. അതാണ് എനിക്ക് തോന്നുന്ന കേസ്. ലൈക്ക് ബിക്കോസ് നോർമലായിട്ട് ഒരു ആക്ട് ചെയ്തുകൊണ്ടിരുന്ന വ്യക്തി ഒരു മൾട്ടി സ്റ്റാറിന്റെ കൂടെ ഇങ്ങനത്തെ ഒരു റേഞ്ചിൽ ആക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വിളിച്ചല്ലോ. മേ ബി ഇറ്റ് ഇസ് എ സ്മോൾ റോൾ, ബട്ട് സ്റ്റിൽ ലൈക്ക് ഇപ്പം ജിത്തു നോട്ടീസ് ചെയ്ത് പറഞ്ഞ പോലെ ആൾക്കാർ നോട്ടീസ് ചെയ്യും. ലൈക്ക് എന്തിനാ എന്ന് ചോദിച്ച പോലെ ആൾക്കാർ നോട്ടീസ് ചെയ്യും. സോ ദാറ്റ് ഈസ് അഗൈൻ ഹിസ് വിക്ടറി ഓൺലി, നോ അല്ലേ? എൻ്റെ ഒരു വ്യൂ അങ്ങനെയാണ്. സോ ഇറ്റ് വാസ് ഗുഡ്. നമ്മൾ എന്തായാലും ഇപ്പോൾ ഗൗതമേട്ടൻ്റെ വീട്ടിലോട്ട് പോവാണ്. വി ആർ ഗോയിങ് ഔട്ട്. സോ ഗൗതമേട്ടനോടും കൂടെ ചോദിക്കുക ഹൗ വാസ് ദ മൂവി, ബിക്കോസ് ഗൗതമേട്ടനാണ് ഹൈപ്പ് കൊടുത്ത് ഞങ്ങളെ കൊണ്ടുപോയത്. ഹി വാച്ചസ് ഓൾ ദ മൂവീസ്. Yeah, once you can watch. Like every movie is like that. You have to give it a try, like watching it once. So you can. Yeah, നമ്മുടെ അഭിപ്രായം നമ്മൾ അറിയിച്ചു. Like it is good. പക്ഷെ LCU-ലൊക്കെ പ്രതീക്ഷിക്കുന്നമായിട്ട് ഒരു ഹൈപ്പായിട്ട് ആ പടത്തിന് പോകണ്ട. ലൈക്ക് അത്രയൊന്നും ആ പടം ഇല്ല. വൺസ് കണ്ടിട്ട് വരാം. ഓക്കെ, രജനീകാന്തിന്റെ 100% ഇല്ല ആ പടത്തിൽ. Of course age matters, but still okay, they have tried something. And ഈ പോസ്റ്റേഴ്സ് ഒക്കെ ഇട്ടപ്പം അവർ നല്ല ഹൈപ്പ് ക്രിയേറ്റ് ചെയ്തു. ബിക്കോസ് രജനികാന്തിന്റെ ലുക്ക് ആൻഡ് എന്താ പറയുക നാഗാർജുന ഒക്കെ ഉള്ള ഒരു മൂവിയാന്ന് പറഞ്ഞപ്പം ലൈക്ക് ക്യൂരിയോസിറ്റി ആയിരുന്നു. ലൈക്ക് ഹൗ ദ മൂവീസ് ഗോയിങ് ടു ബി ആൻഡ് ഓൾ. ബട്ട് ദെൻ ഓക്കെ, ലൈക്ക് നമ്മൾ എന്താ പറയുക ക്രിട്ടിസൈസ് ചെയ്യണം എന്ന് വിചാരിച്ച് നമ്മൾ ഓരോ കാര്യങ്ങൾ ഇറക്കി കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് യു ഹാവ് ലോട്ട് ഓഫ് തിങ്സ് ടു ലൈക്ക് ക്രിട്ടിസൈസ് ഓൺ. ബട്ട് ദെൻ യു ജസ്റ്റ് ഹാവ്, ഞങ്ങൾ അങ്ങനെ വിചാരിക്കണം അല്ലേ? നീ എന്താ വിചാരിക്കണം? നമ്മളൊരു പടത്തിന് ക്രിട്ടിസൈസ് ചെയ്യാൻ പാടില്ല, ബിക്കോസ് യു ഹാവ് പുട്ട് എ ലോട്ട് ഓഫ് എഫേർട്ട് ഇൻ ദാറ്റ് ആൻഡ് യു ഹാവ് ഡൺ. അപ്പം ബേസിക്കലി ഔട്ട് ഓഫ് 10 നമ്മുടെ റേറ്റിംഗ് എത്ര? 7 is good. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പം ഗൗതമേട്ടൻ്റെ റിവ്യൂ കൂടെ എടുത്തിട്ട് നമുക്ക് ഈ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാം. ഓക്കെ ഗായ്സ്, അപ്പം നമ്മൾ ഗൗതമേട്ടൻ്റെ റിവ്യൂ എടുക്കാം. ഗൗതമേട്ട ഇന്നലത്തെ സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു? ഇന്നലെ രാത്രി തന്നെ പറയാനുള്ള ഒരു മൂഡില്ലാതെ പോയി. കണ്ടു കഴിഞ്ഞപ്പോ വലിയ പ്രതീക്ഷയില്ലാതെ പോയതാണ്. എന്നാലും പോരാ. ഒരു ആ ഒരു ജയിലറിന്റെ കണ്ടതോ പഴയ മൂവീസിന്റെ ഒരു ഫീല് കിട്ടിയില്ല. ആകെ ആ ഉപേന്ദ്ര വന്നപ്പോൾ ഉള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ആ ഒരു ഫൈറ്റും കൊള്ളാം. ബാക്കി ഒന്നും ഇഷ്ടപ്പെട്ടില്ല. പോരാ സംഭവം പോരാ, ഒത്തില്ല. നമ്മള് ഹൈപ്പ് കിട്ടി അത്ര വന്നില്ല. ഒന്നും ഹൈപ്പിന് അത്ര ഒന്നും ആയില്ല. പിന്നെ ഒന്നും പ്രതീക്ഷിക്കാതെ ചുമ്മാ പോയെന്ന് കണ്ടാൽ മ്യൂസിക് അനിരുദ്ധിന്റെ മ്യൂസിക് ആണ്. പക്ഷെ എന്നാലും അനിരുദ്ധിന്റെ പ്രീവിയസ് മൂവീസിന്റെ അത്ര ഉള്ള ഒരു ഗുമ്മില്ല. ആകെ ഒരു ഫൈറ്റ് സീൻ മാത്രമേ എനിക്ക് ആ ഒരു BGM ഇഷ്ടപ്പെട്ടുള്ളൂ. പിന്നെ മോണിക്ക സോങ് കൊള്ളാം.
നാഗാർജുനയുടെ ഒക്കെ ആക്ടിങ് ഒക്കെ? നാഗാർജുന കാണാൻ സ്റ്റൈല് ലുക്ക് ഉണ്ടെന്നേ ഉള്ളൂ, അല്ലാതെ ആ വില്ലനെ കൊണ്ട് പോരാ. സൗബിനാണ് അതിനേക്കാളും നല്ലത്, സൗബിനാണ് ബെസ്റ്റ്. സൗബിനാണ് ഫുള്ള് തുടക്കത്തിന്റെ അവസാനം വരെ സൗബിന്റെ ഒരു ഫൈറ്റും കാര്യങ്ങളും ഫുൾ സൗബിനാണ് ഫുൾ ലീഡ് ചെയ്തത്. അപ്പൊ രണ്ട് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്താ? ഒന്ന് പാട്ടും പിന്നെ സൗബിന്റെ ആ ആക്ടിങ്. ഒരു ഫൈറ്റ് സീനും പിന്നെ സൗബിന്റെ ആക്ടിങ്ങുമാണ് കൊള്ളാവുന്നത്. രജനീകാന്ത് തുടക്കുന്ന അവസാനം വരെ ഉണ്ട്, പക്ഷെ പുള്ളിക്ക് പ്രായമായില്ല, അതിന്റെ അതേ കുഴപ്പങ്ങളും കാര്യങ്ങളും 27 വയസ്സായില്ലേ. അങ്ങനെ. ഓക്കെ, അപ്പൊ ഒരു ഔട്ട് ഓഫ് 10 എത്ര റേറ്റിംഗ് കൊടുക്കും? ലോകേഷിന്റെ പടം ആയതുകൊണ്ട് പ്രതീക്ഷിച്ചു പോയതുകൊണ്ട് ഇഷ്ടപ്പെടാത്തതുകൊണ്ടും 6.5 6 ഒക്കെ കൊടുക്കുള്ളൂ, അതിൽ കൂടുതലൊന്നും ഉള്ള ഇല്ല പടം. ഓക്കെ, അപ്പൊ ജിത്തു 7 കൊടുത്തു. ജിത്തു 7 കൊടുത്തു. അത് 6.5. ഒരു 8 ഒക്കെ പ്രതീക്ഷിച്ച് പോയതാണ്, പക്ഷെ അത്ര ഒന്നും ആയില്ല. അതെ, പക്ഷെ വൺ ടൈം കാണാൻ പറ്റും. വൺ ടൈം ചുമ്മാ പോയെന്ന് കാണാം, പക്ഷെ സമയം ലെങ്ത് കൂടിയ പോലെ. ഇത്രയും ലാഗ് ഉള്ള പടം ആണെങ്കിൽ ഒരു കുറയ്ക്കാണ് വരുന്നത് സമയം. 2.25 മണിക്കൂർ നമ്മള് പോസ്റ്റ് ആയി പോയി, ഇടയ്ക്കൊന്ന് മയങ്ങിപ്പോയി. ഓക്കെ ഗൈസ്, അപ്പം ഞങ്ങൾ ഇനി പുറത്ത് പോവാണ്. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പം ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.